ഇന്ത്യയിലെ ശതകോടീശ്വരനായ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് 2 ദിവസം മുൻപ് മരിച്ചത് രാജ്യത്തെയാകെ നടുക്കിയതാണ്. റോയ് എന്താണ് ഇങ്ങനെയൊരു മരണം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നതിന് കൃത്യമായ ഒരു ഉത്തരം ആരും കണ്ടെത്തിയിട്ടുമില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ന് മനോരമ ദിനപത്രം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പല ഊഹാപോഹങ്ങളെയും തള്ളിക്കളയുന്നതാണ്. നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്ന ഇന്ത്യ UAE കരാർ റോയി അടക്കമുള്ള പല വ്യവസായികളെയും സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡിനിടെയാകാം റോയ് മരണപ്പെട്ടത് എന്നുമാണ് ഇത് സംബന്ധിച്ച് മലയാള മനോരമ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം റോയ് മരിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന റോയിയുടേതെന്ന് പറയപ്പെടുന്ന മരണക്കുറിപ്പും പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. 2018 UAEയിലെ ഇന്ത്യക്കാരുടെ വ്യവസായ നിക്ഷേപങ്ങൾ സംബന്ധിച്ച ഒരു കരാർ ഇന്ത്യയും UAEയും ഒപ്പുവെക്കുന്നത്. പൂർണ്ണമായി നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ തടയാനും സാമ്പത്തിക ഇടപാടുകളും അതിലെ വീഴ്ചകളും തടയാനും വിവരങ്ങൾ പരസ്പരം കൈമാറാനുമുള്ള സഹകരണ കരാറാണ് ഒപ്പുവെച്ചിരുന്നത്. കഴിഞ്ഞ വർഷം കരാർ നടത്തിപ്പ് കുറെ കൂടി കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യയും UAEയും സ്വീകരിക്കുകയും ചെയ്തു. ഇത് റോയ് അടക്കം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പല സംരംഭകരെയും പ്രതിസന്ധിയിലാക്കിയതായി സൂചനയുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കാരണം റോയ് അടക്കം പല വ്യവസായ പ്രമുഖരും റിയൽ എസ്റ്റേറ്റ് വമ്പന്മാരും UAEയിൽ മുതൽ മുടക്കിയിരുന്നു. പക്ഷേ 2025 പുതുക്കിയ 10 നമ്പർ ഫെഡറൽ ഡിക്രി വഴി കർശനമാക്കിയ UAEയുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമപ്രകാരം നിയമവിധേയമല്ലാത്ത നിക്ഷേപത്തെക്കുറിച്ച് സംശയം തോന്നിയാൽ അതേക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും അന്വേഷണം നടത്താനാകും. റോയിയുടെ സ്ഥാപനങ്ങളിൽ മാസങ്ങളായി നടക്കുന്ന പരിശോധന ഈ അന്വേഷണത്തിന്റെ ഭാഗമാണോ എന്നും സംശയിക്കേണ്ടി വരും. കാരണം ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണ് UAEയിൽ മുതൽ മുടക്കുന്നത് എന്നാണ് UAE അധികൃതർക്ക് റോയ് നൽകിയിട്ടുള്ള വിവരം. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയോ സ്ഥാപനമോ UAEയിൽ മുതൽ മുടക്കുന്ന പണം നിയമപ്രകാരമുള്ളതല്ല എന്ന് സംശയം തോന്നിയാൽ അതിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ UAEക്ക് ഇന്ത്യയുടെ സഹകരണം തേടാൻ കരാർ അധികാരം നൽകുന്നുമുണ്ട്. ഇത് പ്രകാരം റോയിയുടെ മുതൽ മുടക്കുകളുടെ ഉറവിടം അന്വേഷിക്കാൻ UAE അധികൃതർ ഇന്ത്യയുടെ സഹകരണം തേടിയിരുന്നതായി സംശയങ്ങളുണ്ട്. ഇതിനുശേഷമാണ് റോയിയുടെ ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നത് എന്നാണ് വിവരം. കരാർ പ്രകാരം ഇന്ത്യയുടെ ആദായ നികുതി, പോലീസ് തുടങ്ങി എല്ലാ നിയമ സംവിധാനങ്ങളും ഇതിന്റെ അന്വേഷണത്തിനായി ഉപയോഗിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരമാണ്. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ രഹസ്യമായി തന്നെ മറു രാജ്യത്തിന് കൈമാറുകയും വേണം. ആ രാജ്യത്ത് നടത്തിയ മുതൽ മുടക്കിന്റെ റിക്കവറിക്ക് പോലും ഇതര രാജ്യത്തിന് ഈ കരാർ അധികാരം നൽകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ റോയിയുടെ മരണവും ഇന്ത്യ UAE കരാറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയും വരും. റോയിയുടെ മരണക്കുറിപ്പ് എന്ന് കരുതപ്പെടുന്ന ഒരു കുറിപ്പ് കണ്ടെടുത്തതായും വാർത്തകൾ വരുന്നുണ്ട്. റോയിയുടെ സ്വകാര്യ ഡയറിയിൽ നിന്നാണ് മരണക്കുറിപ്പ് എന്ന് സംശയിക്കാവുന്ന തരത്തിൽ 9 പേജുകൾ കണ്ടെത്തിയത്. ഈ കുറിപ്പ് പ്രകാരം റോയ് മരിക്കാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നുവെന്ന സംശയവും ഉയരുന്നുണ്ട്. കാരണം കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നതായുള്ള കുറിപ്പാണ് കണ്ടെടുത്തത് എന്നതാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നതോടൊപ്പം പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും എഴുതിയ റോയ് കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും ഡയറിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതെല്ലാം മരിക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച ഒരാളുടെ കുറിപ്പുകളായിട്ടാണ് പോലീസ് കരുതുന്നത്. കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുത് എന്നീ ഉപദേശങ്ങൾ കമ്പനിയുടെ വരുംകാല നായകനുള്ള ഉപദേശ നിർദ്ദേശങ്ങളായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ജനുവരി 31 സഹോദരനെ വിളിച്ച് റോയ് സംസാരിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമെന്നും കരുതപ്പെടുന്നു. UAEയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തുന്ന മുതൽ മുടക്കിനെ കുറിച്ച് UAEയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ അന്വേഷണം ആരംഭിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. മാസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പ് അടക്കം പല റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലും ആദായ നികുതി അധികൃതർ നടത്തുന്ന പരിശോധന ഇതനുസരിച്ചുള്ള അന്വേഷണത്തിന്റെ കൂടി ഭാഗമാണ് എന്നാണ് വിവരം. രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ളവരുടെ പണവുമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് റോയ് ദുബായിൽ വെച്ച് രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖർക്കായി ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചത്. ഇതിനുശേഷമാണ് റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ നിരന്തരമായ ഇടപെടൽ റോയിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് സൂചനയുണ്ട്. ഇതേക്കുറിച്ച് ഒരുപക്ഷെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിച്ചേക്കും. UAE അധികൃതരാണ് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് എന്നും സൂചനയുണ്ട്. പക്ഷേ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. റോയിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും
വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. റോയ് ഓഫീസിലെത്തിയത് സംബന്ധിച്ച ജീവനക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയപ്പെടുന്നു. സുരക്ഷാ ജീവനക്കാരുടെ മൊഴി അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് റോയ് ഓഫീസിലെത്തിയത്. സഹപ്രവർത്തകൻ TJ ജോസഫിന്റെ മൊഴിയിൽ 3 മണി. വെടിയൊച്ച കേട്ടില്ല എന്ന വാദത്തിലും അന്വേഷണം നടക്കുകയാണ്. ഒപ്പം മരണക്കുറിപ്പടങ്ങിയ ഡയറി കുടുംബാംഗങ്ങൾക്ക് ലഭിച്ച പശ്ചാത്തലത്തിൽ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിവരമുണ്ട്. റോയിയുടെ ഡയറിയിൽ നിന്ന് വ്യക്തിപരമായി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചനയും SITക്ക് ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് 57-കാരനായ CJ റോയ് സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നതിനിടെ മരിച്ചത്. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്ന് റോയിയുടെ കുടുംബം ആരോപിക്കുകയും ചെയ്തിരുന്നു. മാസങ്ങളായി IT വകുപ്പ് CJ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. 2 മാസങ്ങൾക്ക് മുൻപ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ TA ജോസഫിനെ IT വകുപ്പ് ചോദ്യം ചെയ്യുകയും പിന്നാലെ ബംഗളൂരുവിലെ ഓഫീസിൽ പരിശോധന നടത്തി ലോക്കറുകൾ സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും ആദായ നികുതി വകുപ്പ് റോയിയെയും കോൺഫിഡന്റ് ഗ്രൂപ്പിനെയും വിടാതെ പിന്തുടർന്നതായാണ് പറയപ്പെടുന്നത്. എന്താണ് റോയിയെ പിന്തുടർന്ന് അന്വേഷണം തുടരുന്നതെന്നോ റോയിയുടെ ദുബായിലെ ബിസിനസ് ഇടപാടുകളിൽ IT വകുപ്പിനുണ്ടായിരുന്ന സംശയം എന്താണ് എന്നോ അജ്ഞാതമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ UAE ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അന്വേഷണം നടന്നു വന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ബംഗളൂരുവിലാണ്. എന്നിട്ട് പോലും റോയിക്കെതിരെ അന്വേഷണവും റെയ്ഡും മറ്റും നടത്തിയിരുന്നത് കർണാടകയിലെ IT ഉദ്യോഗസ്ഥരായിരുന്നില്ല, കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു എന്നതും സംശയത്തിന് ഇടയാക്കിയിരുന്നു.